സർ ട്രംപിനെ നോബൽ പീസ് പ്രൈസ് കിട്ടുന്ന ഏകദേശം ഉറപ്പായിട്ടുണ്ട് കേട്ടോ. 6 മാസത്തിനിടെ അദ്ദേഹത്തിന്റെ അടുത്ത പ്രസിഡന്റ് ആയിട്ട് 6 മാസത്തിനിടെ 6 സമാധാന കരാർ എന്നാണല്ലോ പറഞ്ഞത്. ഇപ്പൊ 7ാമത്തെ. അസർബൈജാനും അർമേനിയയും തമ്മിൽ ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഒരു സമാധാന കരാർ ഉണ്ടായിട്ടുണ്ട്. അവർ തമ്മിൽ 35 വർഷമായിട്ട് സ്വരച്ചേർച്ചയില്ലാത്ത 2 രാജ്യങ്ങളാണ്. അപ്പോ എന്ത് പറയുന്നു സർ, നോബൽ പ്രൈസ് കൊടുക്കണോ? ട്രംപിന്റെ ഒരു ആഗ്രഹം നോബൽ പ്രൈസ് കിട്ടുക എന്നുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. ട്രംപിന്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതൊന്നുമല്ല. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പോകുന്നില്ല. അപ്പൊ അടുത്ത തലമുറ കുറെ പിള്ളേരുണ്ടല്ലോ. അപ്പൊ അടുത്ത തലമുറ ഇയാളെ പറ്റി പഠിക്കുമ്പോൾ നോബൽ പീസ് പ്രൈസ് വിന്നർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഠിക്കുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങ് അലിഞ്ഞില്ലാതായിപ്പോയി. അതാണ് അങ്ങയുടെ ലക്ഷ്യം. അത് പണ്ടേ അങ്ങയുടെ വീക്ക്നെസ്. അപ്പൊ അങ്ങനെ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ പലസ്തീൻ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് പീസ് പ്രൈസ് കിട്ടുക എന്നുള്ളതാണ്. അത് നല്ല കാര്യമാണ്. കാരണം പലസ്തീൻ പ്രശ്നത്തിനൊരു പരിഹാരം കാണുക എന്ന് വെച്ചാൽ കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകത്തിന് പരിഹാരം കാണുന്ന പോലെയാണ്. കാരണം ഇത് പരിഹാരം കാണാൻ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഇതിൽ ഇൻവോൾവ് ആയ പാർട്ടീസ് വിചാരിക്കുന്നുണ്ട്. കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകം നിർത്തണം ഇവർക്കാർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവസാനം BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതോട് കൂടിയിട്ട് പിന്നെ അത് പണി കിട്ടുമെന്ന് തോന്നിയപ്പോഴാണ് ഒതുക്കി തീർത്തത്. അതോടുകൂടി നിർത്തിയത്. അപ്പൊ പലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമൊന്നുമല്ല. പക്ഷേ വിചാരിക്കണ്ടേ, നെതന്യാഹു സമ്മതിക്കില്ല. നെതന്യാഹുവിനെ സംബന്ധിച്ച് 2 നാഷൻ തീരെ അയാൾ സമ്മതിക്കില്ല. അറബിനെ സംബന്ധിച്ചിടത്തോളം 2 നാഷൻ കിട്ടിക്കഴിഞ്ഞാലും ഈ ഹമാസിന് സമാധാനമാവില്ല. ഹമാന് കുത്തിത്തിരിപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതാണല്ലോ അവന്മാരുടെ വരുമാനമാവുന്നത്. അപ്പൊ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം ഒക്കെ ശ്രമിച്ചതാണ് ട്രംപ്. ഞാൻ ട്രംപിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഘടകം അതാണ്. അദ്ദേഹം ഈ അബ്രഹാമിക് അക്കോർഡ് സൈൻ ചെയ്തു. അതായത് മുസ്ലിം രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് UAE, ക്രിസ്ത്യൻ രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അമേരിക്ക, ജൂയിഷ് രാജ്യമായിട്ടുള്ള ഇസ്രായേൽ, ഇവർ 3 കൂടിയാണ് എബ്രഹാമിക് കുടുംബം എന്ന് പറയുന്നത്. ജൂത, ക്രിസ്ത്യൻ, മുസ്ലിം. അത് സത്യത്തിൽ ഇന്ന് നടക്കുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായിട്ടാണ്. പലസ്തീനായ മുസ്ലിങ്ങളും ജൂതന്മാരുമായിട്ടാണ്. അപ്പം അങ്ങനെ ഒരു അക്കോർഡ് വന്നു കഴിഞ്ഞാൽ തന്നെ വലിയ രീതിയിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണും. അതിന് നല്ല അറ്റംപ്റ്റ് അയാൾ നടത്തിയിരുന്നു. സൗദി എല്ലാം തന്നെ അതിന് അനുകൂലമായിരുന്നു. ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് നെതന്യാഹു ഹമാസിനോട് പറഞ്ഞിട്ട് അവിടെ ഇസ്രായേലിലെ അതിർത്തി പ്രദേശങ്ങൾ ആക്രമിക്കാനുള്ള രഹസ്യ കരാറുണ്ടാക്കിയത്. അത് വെറുതെ ഉണ്ടായതെന്നല്ല, അതിർത്തി തുറന്നുകൊടുത്താണ്. ഇയാൾക്ക് അവിടെ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ നെതന്യാഹുവിന്. ഇയാൾ എന്ന് ഈ യുദ്ധം തീരുന്നോ അന്ന് അയാളെത്തു പോകും. അയാളത്തിലെ അയാൾ കുടുംബം പോകും. അപ്പം അത് അളിയ വന്നടിയും ഈ ഹമാസിനുണ്ടാക്കിയവന്മാരാണ്. പലസ്തീൻ PLOക്കെതിരെ ഹമാസിനുണ്ടാക്കിയത് മൊസാദാണ്. അളിയ വന്നടിയുന്നു. ഇവന്മാർ കിട്ടിയ ചാൻസിന് ഇവന്മാരങ്ങനെ അർമാദിച്ച്. അപ്പോൾ എന്ന് വെച്ചാൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ തിരിച്ചാക്രമിക്കാൻ ഇയാൾക്കൊരു കാരണമായി. പിന്നെ ഇയാൾക്ക് ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകണം, അല്ല ജയിലിൽ പോകേണ്ടി വരും. പിന്നെ പലസ്തീനിലാണെങ്കിലും ഒരു ഇടതുപക്ഷ സ്വഭാവമൊക്കെ ഉള്ള പൊതുവെ പലസ്തീൻ അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഇസ്രായേലികളായിരുന്നു ഈ അതിർത്തി പ്രദേശത്തുണ്ടായിരുന്നത്. അവരെയാണ് ഈ ഇവന്മാർ കയറി ആക്രമിച്ചത്. അതോടുകൂടി അവിടെ ആന്റി പലസ്തീൻ വികാരം വളരെ ശക്തമായി. അപ്പൊ നെതന്യാഹുവിന് ഇതൊരു വിൻ സിറ്റുവേഷനാണ്. അത് കഴിഞ്ഞിട്ട് അളിയന്മാരായതുകൊണ്ട് ഈ ഹമാസ് വിചാരിച്ച് നെതന്യാഹു അടിക്കില്ല. നെതന്യാഹു വരാൻ അയാൾ കയറി അടിച്ചു, നിരപ്പാക്കി. അപ്പൊ അങ്ങനെ ഈ ട്രംപിന്റെ പ്ലാൻ പൊട്ടിച്ചത് ഇതാണ്, ഹമാസിന്റെ ആക്രമണം. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഈ രാജ്യങ്ങള് കുറച്ച് അകന്നിട്ടുണ്ട് പരസ്പരമുള്ള ഒരു ബന്ധം. മുമ്പുണ്ടായ അത്ര ഫ്രണ്ട്ലി ആയിട്ട് റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇല്ല ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ. കാരണം ഏതാണ്ട് 1 ലക്ഷത്തോളം പലസ്തീനികളാണ് കൊന്നത്. അതിപ്പോൾ 1000 ജൂതന്മാരെ കൊന്നാൽ 1 ലക്ഷത്തോളം പലസ്തീനികളെ കൊല്ലുന്ന കാര്യം ഉറപ്പായിരുന്നു. പക്ഷെ സർ ജോർഡനായിട്ട് ഇവർക്ക് നല്ല ബന്ധമല്ലേ? കാരണം ഇപ്പൊ ഈ ഗാസ 75% ഇവരുടെ കയ്യിലാണ്, 25 ബാക്കി ഞങ്ങൾ തിരിച്ചെടുക്കാൻ പോവാണ്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുമായിട്ട് സഹകരിക്കുന്ന നല്ലൊരു അറബ് നേഷന് കൊടുക്കും എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ജോർഡൻ ലക്ഷ്യം വെച്ചിട്ട് അല്ല, ജോർദാനുമായിട്ട് അവർക്ക് ബന്ധമാണ്. പക്ഷെ ഇസ്രായേൽ തലോലിക്കുന്ന ഒരു സ്വപ്നമുണ്ട്. അതൊരു വിശാല ഇസ്രായേൽ സ്വപ്നമാണ്. അത് നൈൽ നദി തൊട്ട് യൂഫ്രട്ടീസ് ടൈഗ്രീസ് വരെയുള്ള പ്രദേശം വരും. അത് ഈജിപ്തിന്റെ ചില ഭാഗങ്ങൾ, ടുണീഷ്യന്റെ ഭാഗങ്ങൾ, സൗദിയുടെ ചില ഭാഗങ്ങൾ, സിറിയയുടെ ഭാഗങ്ങൾ, ജോർദാൻ കംപ്ലീറ്റ് അതിൽ പെടും. അത് ഇവർക്കും അറിയാം. ഇന്റർനാഷണൽ രംഗത്തുള്ള ഈ സൗഹൃദങ്ങൾ എന്ന് വെച്ചാൽ ജെയിംസ് ബോണ്ടിന്റെ സൗഹൃദങ്ങൾ പോലെ അപ്പുറത്ത് പൂ കൊടുക്കുകയും ഇപ്പോൾ തോക്കി പിന്നീട് വെച്ചിട്ടുണ്ട്. അതുപോലെയാണത്. അപ്പൊ ട്രംപിന്റെ ആ ഒരു പ്ലാൻ ഇപ്പോൾ തൽക്കാലം തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കും. അന്നപ്പാണ് മുമ്പ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സോവിയറ്റ് കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രശ്നമാണ്. ഞാൻ ഈ സോവിയറ്റ് നാടൊക്കെ വായിച്ചുകൊണ്ടിരിക്കും സ്കൂൾ പഠിക്കുന്ന സമയത്ത്. നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ ഈ സാധനം ഇല്ലാതായിരുന്നു.
അതെ, USSR. അപ്പൊ അന്ന് ഈ അസർബൈജാൻ ആളുകൾ അർമേനിയക്കാരെ പിടിച്ചുകൊണ്ട് പോയി കൊന്നു തിരിച്ചുണ്ടായി. ഇതൊരു വലിയ ഡ്രോൺ ഔട്ട്, വളരെ ലോങ് ഡ്രോൺ ഔട്ട് ഒരു വാറാണ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളത്. കാരണം ഇത് രണ്ട് ടർക്കിഷ് എംപയറിന്റെ ഭാഗമായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ഒരു അർമേനിയൻ കൂട്ടക്കൊല ഉണ്ടായിരുന്നു. അർമേനിയൻ ക്രിസ്ത്യൻസിനെ തുർക്കികൾ കൊന്നു കളഞ്ഞു. അതിന്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ പ്രശ്നം നടക്കുന്നത്. അപ്പൊ ഇത് താൽക്കാലികമായിട്ട് ഇത് വെടിനിർത്തല മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് അപ്പൊ അയാൾക്കൊരു വിജയമാണത്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ സാർ. ഇതിപ്പം പണ്ട് USSRന്റെ ഭാഗമായിരുന്നല്ലോ അർമേനിയയും അസർബൈജാനും. അതേമാതിരത്തെ ചെറിയ ചെറിയ രാജ്യങ്ങൾ സ്പ്ലിറ്റ് ആയതാണല്ലോ USSRന്ന്. അപ്പൊ ഞാൻ ഒരിടത്ത് വായിച്ചു, പുടിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ USSRമാരെ തിരിച്ചെല്ലാരെയും ഒന്നിച്ച് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹമാണ്. അപ്പൊ ഇവരിപ്പോ ഇൻഡിപെൻഡന്റ് നേഷൻസ് ആയല്ലോ, പക്ഷെ അവരും കൂടി വിചാരിച്ചാലേ അത് നടക്കുകയുള്ളൂ. അപ്പം യുക്രൈൻ വെച്ചിട്ടാണ് പുള്ളി നമ്മുടെ പുടിൻ്റെ തുടങ്ങിയതാണ് ഞാൻ വായിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ട്രംപ് കളിച്ച കളിയല്ലേ റഷ്യനെ അവിടെ സ്ട്രോങ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട്? അതെ, അങ്ങനല്ല. റഷ്യയെ സ്ട്രോങ് ആക്കാതിരിക്കുക എന്നുള്ള അജണ്ട ഉണ്ടായിരിക്കാം. പക്ഷെ പുടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പണ്ട് സോവിയറ്റ് റഷ്യ പോലെ ഇത് ഒരുമിച്ച് കൊണ്ടുവരണമെന്നില്ല. അത് റഷ്യക്ക് ബാധ്യതയാണ്. മാത്രമല്ല ഇവന്മാരൊക്കെ ഒരുമിച്ച് ചേർത്ത് ഇവന്മാർ ഒരു വർഷം ഒരുമിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ അടുത്ത ജനറേഷൻ വരുമ്പോൾ അവന്മാർ മാറി ചിന്തിക്കും. കാരണം ഇവന്മാരൊക്കെ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പുകളാണ്. അപ്പോൾ അവരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി, നാഷണാലിറ്റി എല്ലാം ഈ ലാംഗ്വേജിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതിൻ്റെ പുറത്ത് അവരിങ്ങനെ നിരന്തരമായിട്ട് അബ്സർജൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുണ്ടായിരുന്നു. അതും ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഖിലാഫത്തിന്റെ ഭാഗമായിരുന്നു, ടർക്കിഷ് ഖിലാഫത്തിന്റെ ഭാഗമായിരുന്നു. അവിടെ തന്നെ അവർക്കെതിരെ ശക്തമായ മൂവ്മെന്റ്. ഈ ബാൾക്കൻ പ്രശ്നമാണ് ശരിക്കും ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം. ബാൾക്കൻ ഇഷ്യൂ ആണ്. ഈ രാജ്യങ്ങളെല്ലാം കൂടി അപ്പുറത്തും കൂടി കഴിഞ്ഞാൽ ബാൾക്കന്റെ ഭാഗമായിട്ട് വരും. റൊമേനിയ, ബൾഗേറിയ ഇതെല്ലാം ഇതിന്റെ ഭാഗമായിരുന്നല്ലോ. സോവിയറ്റ് സാറ്റലൈറ്റ് സ്റ്റേറ്റ്സ് ആയിരുന്നു. അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളാണ് ഈ സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കുകൾ. ലിത്വാനിയ, ഈ രാജ്യങ്ങൾ, ജോർജിയ എന്ന പ്രദേശം. പുടിന്റെ താല്പര്യം ലിമിറ്റഡാണ്. പുടിന് ഇത് റഷ്യയുടെ ഭാഗമാക്കണമെന്നില്ല, കോൺഫെഡറേഷൻ ഉണ്ടാക്കണമെന്നില്ല. റഷ്യക്കെതിരാവരുത്, റഷ്യൻ താല്പര്യങ്ങൾക്കെതിരാവരുത്. ഇപ്പം നാറ്റോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നാറ്റോ ആ പ്രദേശങ്ങളെല്ലാം തന്നെ മിസൈലുകൾ വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഈ ഉക്രൈനിൽ മിസൈൽ വിന്യസിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ വിത്തിൻ സെക്കൻഡ് ഇവിടെ സെന്റ് പീറ്റേഴ്സ് ബർഗിൽ കാണാൻ മിസൈൽ വരും. അതുകൊണ്ടാണ് പുടിൻ കയറി ആക്രമിച്ചത്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ അവിടെ അതിർത്തി പ്രദേശം റഷ്യൻ ഭാഷ സംസാരിക്കുന്ന 2 പ്രൊവിൻസുകളുണ്ട്. അവർ കുറേ വിവേചനങ്ങൾ നേരിടുന്നത്. പുടിൻ പറഞ്ഞത് ഒന്ന്, ആ ജനങ്ങൾ നേരിടുന്ന വിവേചനങ്ങൾ അവസാനിപ്പിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നാറ്റോ ആയിട്ട് ഉടായ്പിന് പോകരുത്. ഈ 2 ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. അത് പുടിൻ 2 ദിവസം കൊണ്ട് യുദ്ധം തീർക്കാൻ അറിഞ്ഞൂടായിട്ടൊന്നല്ല. പുടിനെ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് വാർ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് ലിമിറ്റഡ് ആയിട്ട് ടാർഗറ്റാണ് അത് അച്ചീവ് ചെയ്യണം. അതാണ് ബുദ്ധിമുട്ട്. ലിമിറ്റഡ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. ഒരാളെ കൊല്ലാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഒരാളുടെ കൊല്ലുന്നതിന് പകരം അയാളുടെ തലയുടെ പ്രത്യേകത 2 മുടി വറച്ചെടുക്കാവുന്ന കുറച്ച് പാടാണ്. ഇതാണ് പുടിൻ അവിടെ നേരിടുന്ന ഒരു പ്രശ്നം. അല്ലാതെ കൊന്നുകളെ തള്ളാൻ വളരെ എളുപ്പമാണ്. അപ്പം ഈ പറയുന്ന പോലെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ നാറ്റോയുടെ ഒരു സ്വാധീനത്തിൽ കൊണ്ടുവരാന്നുള്ള അജണ്ട അമേരിക്കയ്ക്ക് ഉണ്ട്. കാരണം അമേരിക്ക പേടിക്കുന്നത് ഇപ്പോൾ റഷ്യയുടെ ഒരു മിലിറ്ററി പവറിന് അവർക്ക് പേടിയാണ്. റഷ്യ പുതുതായിട്ടൊന്നും കണ്ടുപിടിച്ചില്ല, ഉണ്ടാക്കി വെച്ചാൽ തന്നെ ധാരാളമാണ്. അതിൽ ഭയങ്കരമായൊരു കാശ് ഇന്നോവേഷൻസ് വേണ്ടി ചിലവായിട്ടുണ്ട്. ഇതുവരെ ലോകം കണ്ടുപിടിക്കാത്ത രീതിയിൽ ആയുധങ്ങളും അതുപോലെ തന്നെ ബയോളജിക്കൽ വെപ്പൺസൊക്കെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് റഷ്യ കണ്ടുപിടിച്ച് ഇപ്പോഴും പോലും റഷ്യയുടെ കയ്യിലുള്ളത് ഇപ്പം പോയി ഇവർക്ക് കൃത്യമായ ധാരണയൊന്നുമില്ല. റഷ്യ തകർന്നെങ്കിൽ പോലും ഇവിടെ റഷ്യൻ വികാരം വളരെ സ്ട്രോങ്ങാണ്. അതുകൊണ്ട് ഇവർ തന്നെ ഇപ്പം ഇയാളുടെ സമയത്ത് യെൽസിന്റെ സമയത്ത് ചോർത്താൻ അമേരിക്ക നോക്കിയതാണ്. ആഫ്റ്റർ ഓൾ ഹീസ് ഇൻ റഷ്യൻ. അപ്പം അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പം ഈ ഒരു പേടി അമേരിക്കയ്ക്കുണ്ട്. ആ പേടിയുടെ പുറത്താണ് അങ്ങോട്ട് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ അർത്ഥം നമ്മൾ ചോദിക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഒരു മേൽക്കൈ കിട്ടുന്ന രീതിയിലാണ് എന്നൊക്കെ പറയാം. അതിലുപരി അമേരിക്കൻ മേൽക്കൈ എന്ന് ഉപരിയായിട്ട് ട്രംപിന്റെ ഒരു സ്വപ്നം നടപ്പിലാക്കുന്ന പരിപാടിയാണ്. ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിനും ട്രംപ് ഇടപെട്ടിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. അല്ല, ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് അത് ഇന്ത്യനെ എക്സ്റ്റേണലായിട്ട് ആരും സ്വാധീനിക്കുന്നത് ഞാൻ കരുതുന്നില്ല. പക്ഷെ പാകിസ്ഥാനെ സ്വാധീനിച്ചിട്ടുണ്ടാവും. കാരണം ഇത് കൈവിട്ടു പോകും. ഇവന്മാർക്ക് അടി കിട്ടിയ അവന്മാർ ആറ്റം ബോംബെടുത്ത് ഇങ്ങോട്ടിട്ട് നമ്മൾ തിരിച്ചിടും. ഇത് അവസാനം ഒരു ഡൂംസ് ഡേ ഫൈറ്റ് ആയിട്ട് മാറും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ട്രംപ് ഇടപെട്ടിട്ടുണ്ടാവും. ഇവിടെ ഇടപെടേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് ആ അർത്ഥത്തിലൊക്കെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയമാണ്. നോബൽ സമ്മാനം കിട്ടാതൊക്കെ ധാരാളം മതി. എനിക്ക് വേണമെങ്കിൽ ഇയാളെ കൂടി
മിസ്റ്റർ എമ്മിനെ കൂടി പരിഗണിക്കുക. കണ്ണൂരെ രാഷ്ട്രീയ കൊലപാതകം അവസാനിപ്പിച്ചു കമ്പയിൻ ചെയ്ത് കൊടുത്തത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.